ഉപരാഷ്ട്രപതി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് രാജിവെക്കുമ്പോൾ അതിൻ്റെ കാരണം ഈ ജനാധിപത്യ രാജ്യത്തുള്ള മുഴുവൻ ആളുകളോടും പൗരന്മാരോടും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. രണ്ടാളുകളാണ് ബോധ്യപ്പെടുത്തേണ്ടത്. ഒന്നുകിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി. അദ്ദേഹം പറയുന്നത് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് രാജിവെക്കുന്നു. രണ്ടാമത് കേന്ദ്ര സർക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ചട്ടകം പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ച റഹീം അത് കൃത്യമായിട്ട് ഓരോന്നും വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉപരാഷ്ട്രപതി പോസ്റ്റിൽ ഇരിക്കുമ്പോൾ ജഗദീപ് ധൻഖർ എടുത്തിട്ടുള്ള ഓരോ നിലപാടുകളും അത്തരത്തിലുള്ളതായിരുന്നു. അവസാന കാലത്ത് ഈ ജസ്റ്റിസ് വർമ്മയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഇംപീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമാണ് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിച്ചതായി കാണുന്നുള്ളൂ. അപ്പോൾ മുഴുവൻ കാര്യത്തിലും ആ രാജിവെക്കുന്ന അന്ന് പോലും ഉച്ചയ്ക്ക് 12:30-ക്കും വൈകിട്ട് 4:30-ക്കും ഇടയ്ക്ക്, അതായത് രാജ്യസഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കേണ്ട കിരൺ റിജുവും അതുപോലെ നമ്മുടെ JP നദ്ദയും, ഈ രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ആ യോഗം വൈകിട്ട് 4 മണിക്കേക്ക് മാറ്റിവെക്കുകയും അന്നേരം പോലും പങ്കെടുക്കാതെ വരുമ്പോൾ അതിനുശേഷം ആ സമയത്തിനിടയ്ക്ക് നടന്നിട്ടുള്ള ചർച്ചകൾ എന്തൊക്കെയാണ്? പെട്ടെന്നൊരു ഒരു നിമിഷം ജഗദീപ് ധൻഖർക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ആരോഗ്യാവസ്ഥയാണോ ഇത്? അങ്ങനെയാണ് നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചില രാജികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, RBI ഗവർണറായിരുന്ന രഘുറാം രാജൻ പെട്ടെന്ന് അദ്ദേഹം അടുത്ത ടെനുവറിലേക്ക് ഇരിക്കുന്നില്ല, രാജിവെച്ച് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അരുൺ ഗോയൽ ഇലക്ഷൻ കമ്മീഷണറായിരുന്നു, അദ്ദേഹം വ്യക്തിപരമായ കാരണം കൊണ്ട് രാജിവെക്കുന്നു. അശോക് ലവാസ അദ്ദേഹവും പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ രാജിവെക്കുന്നു. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി രാജിവെക്കുന്നു. ഇങ്ങനെ പലരും ഇത്തരത്തിൽ പല രാജികളും ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിന് കൂടി ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നോമിനിയായിട്ട്, BJPയുടെ നോമിനിയായിട്ട് ഈ പറഞ്ഞ ജഗദീപ് ധൻഖറെ ഉപരാഷ്ട്രപതിയായിട്ട് നിയമിക്കുന്നത്. അദ്ദേഹം ആ പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓരോ നിലപാടുകളും BJP സർക്കാരിന് അനുകൂലമായിട്ടായിരുന്നു. മാത്രമല്ല BJPയുടെ ഒരു മന്ത്രിയോ BJPയുടെ ഒരു MPയോ എടുക്കുന്നതിനേക്കാൾ ആവേശത്തോടു കൂടിയായിരുന്നു കോൺഗ്രസിനെയും പ്രതിപക്ഷ കക്ഷികളെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജഗദീപ് ധൻഖറിന്റെ ഓരോ നിലപാടുകളും. എന്തിന് സുപ്രീം കോടതിയുടെ നിലപാടുകളെ പോലും വിമർശിക്കാൻ, ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള സുപ്രീം കോടതിയുടെ നിലപാടിനെ പോലും വിമർശിക്കാൻ അദ്ദേഹം ആവേശം കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച ഈ രാജ്യസേവകൻ എന്തുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് അപ്പോഴാണ് ഒരു ആരോഗ്യാവസ്ഥ ബോധ്യം വന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഈ BJPക്കാരല്ലല്ലോ. നമ്മളൊക്കെ BJP ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരും ഇതല്ലാത്തവരും ഒക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ പൊതുബോധത്തെ, സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കുന്ന ഒരു അഭിപ്രായമാണ്. മാത്രമല്ല ഇവിടെ ഒരു പ്രത്യേകം കാണേണ്ടത്, ഉപരാഷ്ട്രപതി ആയിരിക്കെ ആ ടെനുവറിൽ BJP സർക്കാരിനും കേന്ദ്രമന്ത്രിസഭയ്ക്കും വേണ്ടി അത്രത്തോളം പണിയെടുത്ത ജഗദീപ് ധൻഖർ രാജിവെച്ചിട്ട് 10-16 മണിക്കൂറിന് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ആശംസ പോലും അറിയിക്കുന്നത്. അത് എങ്ങനെയാണ്? അതിനിടയിൽ 2 പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അവരുടെ ജന്മദിനാശംസ നേരാനായിട്ട് മോദി ഓർക്കുന്നുണ്ട്. അപ്പോഴും ജഗദീപ് ധൻഖറിന്റെ രാജി അദ്ദേഹം ഓർക്കുന്നില്ല, അറിയുന്നില്ല. അതെന്തുകൊണ്ടാണ്? മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെയും അജിത് പവാറിന്റെയും ഒക്കെ ജന്മദിനാശംസകൾ നേരാൻ സമയം കണ്ടെത്തിയ നരേന്ദ്രമോദി ജഗദീപ് ധൻഖറിന്റെ രാജിയെക്കുറിച്ചിട്ട് ഒരു അഭിപ്രായം പറയാൻ 16 മണിക്കൂറുകൾ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു അസ്വാഭാവികതയുണ്ട്. മാത്രമല്ല രാജിവെച്ച ഉപരാഷ്ട്രപതിക്ക് ഈ സഭയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു വിടവാങ്ങൽ പ്രസംഗത്തിന് പോലും അവസരം നൽകാതെ ഒരു മര്യാദകേടും നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചില മര്യാദകേടുകൾ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതിനപ്പുറം ജഗദീപ് ധൻഖറിനോട് യാതൊരുവിധ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും കോൺഗ്രസിനില്ല. സംഘടനാപരമായും രാഷ്ട്രീയമായിട്ടും ജഗദീപ് ധൻഖറിനോട് അങ്ങനെ ഒരു താല്പര്യം കാണിക്കേണ്ട കാര്യവുമില്ല. കാരണം ഓരോ ഘട്ടത്തിലും കോൺഗ്രസ് നേതാക്കന്മാരെ വ്യക്തിപരമായി പോലും ആക്ഷേപിക്കാൻ വാക്കുപയോഗിച്ചിട്ടുള്ള നിലപാടുകൾ ഉയർത്തിയിട്ടുള്ള ആളാണ് ജഗദീപ് ധൻഖർ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിന്ന് അദ്ദേഹം രാജിവെക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടിയിരുന്ന ചില മര്യാദകൾ, മാന്യമായ ഒരു വിടവാങ്ങൽ പ്രസംഗത്തിന് പോലും അവസരം കൊടുക്കാതെ എന്തുകൊണ്ട് BJP പുറത്തേക്ക് വിടുന്നു എന്നുള്ളതിന് മറുപടി പറയേണ്ടത് BJP തന്നെയാണ്.